റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുന്നത് തടയാൻ നിർണായക നീക്കവുമായി SIT. സാമ്പത്തിക തട്ടിപ്പ് പരാതികളിൽ കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തും. സ്വർണ്ണക്കൊള്ള കേസിൽ ഫെബ്രുവരിയിൽ കുറ്റപത്രം സമർപ്പിക്കാൻ സാധ്യതയില്ല. അതിനിടെ ED സംഘം SIT ഓഫീസിലെത്തി മൊഴിപ്പകർപ്പിന്റെ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. ഹരിമോഹനും TV പ്രസാദുമാണ് ചേരുന്നത്. വിശദാംശങ്ങളുമായി ഹരി, ഇന്നിപ്പോൾ കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനം വന്നതേയുള്ളൂ. എന്തുകൊണ്ട് സ്വാഭാവിക ജാമ്യം ലഭിച്ചുകൊണ്ട് പ്രതികൾ പുറത്തിറങ്ങുന്നു, കുറ്റപത്രം നൽകാത്തത് എന്ത് എന്ന് കോടതി തന്നെ വിമർശിക്കുകയാണ്. അതിനിടയിൽ എന്താണ് SITയുടെ നീക്കങ്ങൾ? സാമ്പത്തിക തട്ടിപ്പ് പരാതികളിൽ കേസെടുത്ത് പുറത്തിറങ്ങുന്നത് തടയുക എന്നതാണോ, അതോ കുറ്റപത്രം വേഗത്തിൽ സമർപ്പിക്കുക എന്നതാണോ? വിനിത, ആദ്യത്തെ കാര്യം, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുന്നത് SITയെ സംബന്ധിച്ച വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം മുഖ്യപ്രതിയാണ്, ഒന്നാം പ്രതിയാണ്. അങ്ങനെയുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് പുറത്തിറങ്ങി കൂടുതൽ കാര്യങ്ങൾ പരസ്യമായി വെളിപ്പെടുത്തുമോ, അല്ലെങ്കിൽ ഈ പേരുകൾ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരു വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമോ, അതല്ലെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കുമോ, അങ്ങനെ നിരവധിയായിട്ടുള്ള ആശങ്കകൾ SITക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുന്ന കാര്യം SITക്ക് ഉറപ്പാണ്. പക്ഷെ അങ്ങനെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാനുള്ള നീക്കത്തിലേക്കാണ് SIT കടക്കുന്നത്. അതിനുവേണ്ടി കൂടുതൽ കേസുകൾ, അതായത് നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ പോലീസ് സ്റ്റേഷനുകളിൽ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടും ഈ ചെക്ക് കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും നിരവധി സാമ്പത്തിക തട്ടിപ്പ് പരാതികൾ വന്നു കിടപ്പുണ്ട്. ആ പരാതികളിൽ മേൽ ഇതുവരെ കേസെടുത്തിട്ടില്ല. അത് കേസെടുക്കാനുള്ള നീക്കത്തിലേക്ക് കടക്കാനാണ് SIT ഉദ്ദേശിക്കുന്നത്. SITക്ക് എടുക്കാൻ കഴിയില്ല. ഇതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് ചുമതലയുള്ള ADGP H വെങ്കടേഷുമായി സംസാരിച്ചു. അദ്ദേഹം വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഇത്തരത്തിലുള്ള നിർദ്ദേശം കൊടുക്കാനുള്ള ആലോചനയിലാണ്. അങ്ങനെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ വന്നു കിടക്കുന്ന കേസുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങിയാലും, കട്ടിളപ്പാളി കേസിൽ കൂടി ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയാലും ഈ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ അറസ്റ്റ് രേഖപ്പെടുത്തി ജയിലിൽ അടയ്ക്കാൻ കഴിയും. അങ്ങനെ സ്വതന്ത്രനായി പുറത്തു വിഹരിക്കുന്നതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അത് തടസ്സമാകുമെന്നുള്ളതാണ്. പക്ഷെ അതേസമയം തന്നെ ഈ കുറ്റപത്രം ഉടനെ കൊടുക്കില്ല എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഒരു തീരുമാനമായി കഴിഞ്ഞു. അതായത് ഒരു ഭാഗിക കുറ്റപത്രം സമർപ്പിച്ചാൽ അത് കോടതിയിൽ തിരിച്ചടി നേരിടുന്ന ഒന്നായിരിക്കും എന്നുള്ളതാണ് SITയുടെ വിലയിരുത്തൽ. കാരണം ശാസ്ത്രീയ അടിത്തറ ഇപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾക്കില്ല. VSSCയുടെ ആദ്യഘട്ട റിപ്പോർട്ട് കിട്ടിയെങ്കിൽ പോലും വിശദ റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ ഈ കാലപ്പഴക്കമടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ആ വ്യക്തത വരുത്തുക, ഒപ്പം തന്നെ ഈ തന്ത്രിയുടെ കൈപ്പട, ഒപ്പം തന്നെ പത്മകുമാറിന്റെ കൈപ്പട, ഇവയെല്ലാം തന്നെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇവയെല്ലാം പരിശോധിച്ച് 2 ആഴ്ചയെങ്കിലും എടുക്കും അതിന്റെ ഫലം ലഭിക്കാൻ. ആ ഫലവും ലഭിച്ച ശേഷം മാത്രമായിരിക്കും ഇതിന്റെ ശാസ്ത്രീയ പിൻബലമുള്ള തെളിവുകളോട് കൂടിയുള്ള കുറ്റപത്രം സമർപ്പിക്കുകയുള്ളൂ. ആ അന്തിമ കുറ്റപത്രമായിരിക്കും കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കുക. അതേസമയം തന്നെ ഈ പ്രോസിക്യൂഷൻ അനുമതിക്ക് വേണ്ടി സർക്കാരിനെ സമീപിക്കുമ്പോഴും ഒരു പ്രശ്നമുള്ളത്, ഇത് അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള കുറ്റങ്ങൾ. ബാക്കി ദേവസ്വം ഉദ്യോഗസ്ഥരായതുകൊണ്ട് ഈ കുറ്റങ്ങളാണ്. അതുകൊണ്ട് സർക്കാരിന്റെ അടുത്ത് അനുമതിക്ക് അപേക്ഷിക്കുമ്പോൾ ഇത്തരത്തിലുള്ള തെളിവുകൾ അടക്കം ഹാജരാക്കേണ്ടതിന്റെ ബാധ്യത കൂടി SITക്കുണ്ട്. അതുകൊണ്ട് ഈ ഫെബ്രുവരി മാസം എന്തായാലും കുറ്റപത്രം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് SIT വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. വിനീത.